രാധേ രാധേ. നിങ്ങളിപ്പോൾ പറയുന്നത് എൻ്റെ മക്കൾ എൻ്റെ പ്രാണനാണ്, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എൻ്റെ പ്രാണനാണ്, സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ എൻ്റെ പ്രാണനാണ്, എല്ലാവർക്കും ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 വയസ്സുള്ളൊരു മോളൊക്കെ ഉണ്ടെങ്കിൽ പറയും, യൂ ഞാനില്ലാതെ ഒരു നിമിഷം പോലും അവൾക്ക് പറ്റത്തില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പ്രാണനാണെന്ന് പറയുന്നവരെല്ലാം നിങ്ങളുടെ കൂടെ എവിടം വരെ വരും? എവിടം വരെ വരും? ഏറിയാൽ ചുടുകാട് വരെ, അല്ലെങ്കിൽ സെമിത്തേരി, അല്ലെങ്കിൽ കബറിടം വരെ വരും. അവിടെ വന്നിട്ട് അല്പം കണ്ണീരുമൊക്കെ ഒഴുക്കി എല്ലാവരും തിരിച്ചു പോകും. ആ തിരിച്ചു പോയി കഴിഞ്ഞാലോ അന്നത്തെ ദിവസം തന്നെ, നിങ്ങൾ മരിച്ച അന്നത്തെ ദിവസം തന്നെ അവർ പതിവ് പോലെ ഭക്ഷണം കഴിക്കും. പക്ഷെ കുറച്ചു പേര് നിർബന്ധിച്ചിട്ടാണെന്ന് മാത്രം. ആ സമയത്ത് അല്പം ദുഃഖത്തോടെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അടുത്ത ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും ദുഃഖം കഴിയുന്നില്ല. ഒടുവിൽ 16 കഴിഞ്ഞു കഴിഞ്ഞാലോ 16 ദിവസം കഴിഞ്ഞാൽ അവർ TV കാണും, പിന്നെ പതുക്കെ പതുക്കെ സിനിമയ്ക്ക് പോകും, യാത്രയ്ക്ക് പോകും. ഭാര്യാഭർത്താക്കന്മാരല്ലെങ്കിൽ മക്കൾ കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ അവരവരുടേതായ രതിലീലകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ അവർ പൊട്ടിച്ചിരിക്കുന്നു. നിങ്ങളാകട്ടെ ചില്ലിട്ട ഒരു പടമായി ഭിത്തിയിൽ അങ്ങനെ ഇരിക്കുന്നു. യഥാർത്ഥ യാത്ര തുടങ്ങുന്നത് ചുടുകാട്ടിൽ നിന്നാണ്. അതായത് ബന്ധുക്കൾ ആരും കൂടെ വരില്ല. നിങ്ങളെ കൂടെ വരണമെങ്കിൽ ഭൂമിയിൽ സത്യം മാത്രം പറയുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, മനസ്സിലായില്ലേ? മറ്റുള്ളവരോട് കോപിക്കാതിരിക്കുക. ഇതൊക്കെ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ഇന്നു മുതൽ അങ്ങനെ ചെയ്താൽ അനുഭവസ്ഥർ പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ ഒരു മാലാഖയെന്നോ എന്തോ പേരോ വിളിക്കാം, അതിസുന്ദരിയായ ഒരു യുവതി വരും. മരിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെല്ലാം അതാണ് പറയുന്നത്. അവരൊരു ഘട്ടം വരെ വന്നതിന് ശേഷം നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരവിടുന്ന് അപ്രത്യക്ഷരായി മാറും. പിന്നെ നിങ്ങൾക്ക് ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ നരകത്തിലേക്കുള്ളൊരു യാത്രയാണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ഭൂമിയിൽ മറ്റുള്ളവരോടൊക്കെ വഴക്കിട്ടത്, അവരാരും കൂടെ വരുത്തില്ല എന്ന് മാത്രമല്ല, ആ വഴക്കുകളൊക്കെ മരിച്ചു കഴിഞ്ഞുള്ള യാത്രയിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നറിയുക.